ഹലോ കേക്കുണ്ടോ? അപ്പൊ നമ്മള് പുതിയൊരു അഡ്വൈസ് വീഡിയോ ആയിട്ടാണ് വന്നത്. ആദ്യമായിട്ടായിരിക്കും നമ്മള് മറ്റേ വോയിസ് ഓവർ വെച്ച് വീഡിയോ ഉള്ളത്. ശരിയാണല്ലോ. ആദ്യത്തെ വോയിസ് ഓവർ വീഡിയോ ആണ്. ആ കാര്യം ഞാൻ മറന്നു. ആദ്യത്തെ വോയിസ് ഓവർ വീഡിയോ ആണ്. സംസാരിക്കാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ട്. മടിയൊക്കെ ഉണ്ടാവും. ഇത് സ്വാഭാവികം. കറക്റ്റ് ഞാൻ അപ്പറിലേക്ക് TNTM ചെയ്തിട്ടെ. ഇങ്ങോട്ട് ചെയ്തിട്ടെന്ന് ആ ഓട്ടോയിലേക്ക് സൈഡ് കാണുന്ന ഹോളി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്. ഞാൻ അവിടെ തന്നെ നോക്കിക്കാം. സിമ്പിൾ. കൊറേ ആൾക്കാർ ഇവിടെ കാണാനുണ്ട്. വേഗം ചെയ്തോ. കവറിങ് ഞാൻ തന്നെ ചെയ്യണ്ടേ. പ്രൊഫഷണൽ ഇയാളെന്നോ ഞാൻ അപ്പുറത്തുനിന്ന് കണ്ടോ. ഇതെങ്ങനെയാന്ന് കണ്ടോ. ഇതിൽ മാക്കോളജി ഒക്കെ ഉണ്ട്. അതൊക്കെ എനിക്കറിയാം. ഈ ബെഡ് എടുത്തല്ലോ അല്ലെ. അവിടെ ക്ലച്ച് ചെയ്യാൻ പോവാണ്. ഇനി എന്റെ ജമ്പൊക്കെ ഞാൻ കണ്ടോളാം. ഈ മേടിക്കല്ലേ. എന്റെ ജമ്പ് കാണാൻ വന്നാണ്ടാ ഈ എന്താണ്ട് ഇങ്ങനെ പോകുന്നത്. ഇത് പറയാലോ. ഇത് തീരുമാനയിക്കണ്. ഓട്ടോന്റെ ഉള്ളിൽ കൂടെ പോയില്ലെങ്കിൽ ഓട്ടോന്റെ മുകളിൽ കൂടെ പോയിട്ട്. അത് ഞാൻ അതിനല്ല ഞാൻ ഈ വേറെ ബ്ലാക്ക് സ്റ്റോൺ, ഈ ബ്ലാക്ക് സ്റ്റോണിന്റെ കറുപ്പും ഒക്കെ വന്ന അല്ല ഡാർക്ക് ആണോന്ന്. ശരി വേറെ പറയാട്ടക്ക് പറയല്ല. ഇങ്ങനെ ഉത്തരം മുട്ടിക്കല്ലേ. നല്ല നല്ല കഴിവുണ്ട് ഇട്ടേക്ക്. കാര്യങ്ങളെ സ്മൂത്ത് അട്ടത്ത് കയറിയ അതേ തട്ടാണ്ടാ സ്മൂത്തട്ടോ. ഇടയ്ക്കൂടെ ഈ ചടിയും കൂടെ കിടക്കാം. വാട്ടോ നല്ലതാ. ചളിയൊക്കെ താനെ വന്നോളി മേടിക്കാൻ. എപ്പോ പോയാലും ഈ യെല്ലോ ലാസ്റ്റിലേക്ക് ഉണ്ടാവും. എന്ത് കരുതാവാന്ന് മാത്രം പറയല്ലേ. അതെനിക്ക് മനസ്സിലായിക്കണ്. കരുതാവേ അല്ല. ഇവിടെ ചോപ്പ് അവിടെ ഉണ്ട്. വയസ്സിലൊക്കെ കിട്ടടിക്കുക. എന്താ അത് കാലം. താഴത്ത് ഓട്ട ഇല്ല. ഒരു അക്കു എന്റെ കൈ കൊണ്ട് ചത്ത് എന്നൊക്കെ കേക്കണമെങ്കിൽ ചാറ്റ് നോക്കി കേൾക്കാൻ പറ്റില്ല. കാണാൻ നിമിഷം പൊരുത്തമായിട്ട് വന്നിട്ടുണ്ട്. ഓനെ എടുത്തോ. ബ്രോ എവിടെ ബ്രോ? ഒന്നല്ല പറഞ്ഞു, രണ്ടെണ്ണം ഡബിളാ. ഞാൻ ക്ലച്ച് ചെയ്യാൻ പോവാണ്. ക്ലച്ച്. അതെ ക്ലച്ച്. ഞാൻ കേൾക്കുന്ന കൊറേ ആയിട്ട് ക്ലച്ച്. അതാണ് ഇങ്ങനെ കേട്ടോണ്ട് എന്ത് കാര്യം കണ്ട നേരത്തെ ക്ലച്ച് കണ്ട്. ഈ പറഞ്ഞോണ്ടാ തോന്നുന്നു ഡിഫെൻഡിങ്ങിന്റെ കാര്യം ആലോചിച്ചു. കാരണം നമ്മളെ ബേസിലോട്ട് ആര് വേണമെങ്കിലും വരാം. ഓ വീണ്ടും ആത്മാർത്ഥത. ശരിയാ, ആത്മാർത്ഥത. ഇൻഡിപെൻഡന്റ് ഫുഡ് ടാസ്ക് ആണ്. പക്ഷെ കുഴപ്പമില്ല. പ്രൊട്ടക്ഷൻ ഷാർപ്നെസ് എന്തെങ്കിലും ഒന്ന് വാങ്ങി. ഷാർപ്നെസ് ഞാൻ കണ്ടി. ഞാൻ ഓപ്പോസിറ്റുള്ള എനിമീന്റെ ഉള്ള കാര്യം പറഞ്ഞു. ഉപയോഗിക്കാറില്ല. എന്താ ചെയ്യണ്ട. അടുത്ത ബ്രെഡ് പൊട്ടിന്ന് ഇപ്പൊ വരും. ബ്രെഡ് അല്ലേ അടുത്ത ബ്രെഡ് പൊട്ടില്ലേ. വീഡിയോ രണ്ട് പോണേ. ഈ എന്തിനാ ആടെത്തിയപ്പോഴേക്ക് ഒരു എൻട്രി ആയി നോക്കി കേട്ടോ. കാര്യം പറയാം. ഓ ക്ലച്ച്. ഇത്ര നേരം പറഞ്ഞ ക്ലച്ച് അല്ല. ഈ ഉള്ളപ്പോ ഞാൻ കേട്ട് എടുത്തു. ബ്രെഡൊക്കെ എടുത്താണ്. അപ്പൊ ഇതിന്റെ കാര്യമൊന്നും ചെയ്യുന്നില്ല. അയ്യോ ഈ എടുത്തോടാ. നീ ഇങ്ങനെ എന്റെ സങ്കടപ്പാട് കേട്ട് എടുത്തിട്ട് ആളെവിടെയാന്ന് പറയും. ഞാൻ എടുക്കാം. അവന്റെ വയസ്സിലുണ്ടാവും. ഇന്നെ തല്ല് തല്ല്. ഇവനെ ഒറ്റക്കട്ടെ.
യോഗ അല്ല കേട്ടോക്ക് വെച്ചോ. പിന്നെ വീഡിയോയിലുണ്ട്, വൃത്തിക്കുണ്ട്. ഞാൻ വെറുതെ കണ്ടന്റിന് വേണ്ടി ലെങ്ത് ആക്കി, അതാണ്. വൃത്തിക്കുണ്ട് കൊറേ നേരമായിക്കണേ വൃത്തിക്കുണ്ട് വരാൻ തുടങ്ങി. കാണിച്ചറിഞ്ഞപ്പോ എടുത്തിട്ട് ലെങ്ത് വേണല്ലോ അടിച്ചിട്ടാട്ടോ, ഇല്ലെങ്കിൽ നല്ല തല്ലേ വേണം നലുത്തിടിയും. ആ ആ ഓൻ എവിടെയാ ഉള്ളത് നീ പറ. ഓനെവിടെ ഉള്ളതെന്നോ ഒന്നും വിചാരിക്കരുത്, ഓനോ നിക്കുന്നിടത്തുണ്ടാവും. ഏതാ അമ്മേ ഹാക്കറായി. ഇതൊക്കെ എന്നെ കൊണ്ട് കഴിയും, പ്രൊട്ടക്ഷൻ ആണ്. അതൊക്കെ മനസ്സിലായി. ഞാനിത് കൊറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പോണു. ധൈര്യം ഉണ്ടാവന വീടറാൻ കോന്റെ ചക്കണില്ല, ഞാൻ ലെങ്ത്തിന് വേണ്ടിട്ട്. എടാ നിന്റെ ചെക്കനാണോ കഴിഞ്ഞോ? ആ സിമ്പിൾ, അല്ല വൃത്തിക്ക് കഴിഞ്ഞിരിക്കുന്നത്. ഹലോ കേക്കണ്ടോ? ഓ കേക്കുണ്ട്. നമ്മള് രണ്ടാമത്തെ മാച്ചായിട്ടാണ് വന്നത്. ആദ്യത്തെ മാച്ച് പെട്ടെന്ന് തീർന്നില്ലേ? ആ എന്ത് ചെയ്യാൻ, നമ്മള് ഭയങ്കര സ്പീഡാ. നമ്മള് പ്രോ പ്ലേയേഴ്സ് ആണ്. അതെ അതെ, അത് കണ്ടു ഇവിടം വരെ എത്തിയൊരു കാര്യം, നമ്മൾക്ക് മരണമൊന്നുമില്ല. നമ്മള് പോകുന്ന് ബെഡ് ഒട്ടിക്കുന്ന് തീർത്ത് വരും. പിന്നെ വലിയ ബ്രിഡ്ജറാണ്, അപ്പൊ ഒരു 8 അയണങ്ങ് സംഭാവന ചെയ്തു. പിന്നെ സ്ഥലം മാറിപ്പോയല്ലോ എന്നോട്. പിങ്കിനെയും നോക്കണേ, പിങ്കിതാ വരുന്ന. 2 കണ്ണോണ്ട് ഞാൻ നോക്കാം. ഇവിടെ കവറിങ് കഴിഞ്ഞിട്ട് സോഡ് വാങ്ങാൻ പോലും ഇവിടെ ഗോൾഡ് ഇല്ല. ഈ നോക്കണം എന്ന് പറഞ്ഞാൽ എങ്ങോട്ടെങ്കിലും പോയാൽ എങ്ങനെ ശരിയാവുക? അതന്നെ വേണല്ലേ. അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചോടുത്ത് ഇങ്ങോട്ട് ഉണ്ടാക്കി വെച്ചോടുത്ത് ഇപ്പൊ 2 ടീമിനെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരും. എന്തിനാ ഈ അങ്ങോട്ട് ഒഴിക്കോന്നൊക്കെ അവിടെ ഒറ്റ ഞാൻ ഡീൽ ചെയ്തോളാം. അമ്മ ഇപ്പൊ കണ്ടോ, ഇവിടെ നീലയും ചുവപ്പും കൂടെ വന്ന് വൻ കച്ചറിയും. കോംബോ വീണില്ല, പക്ഷെ കില്ലും കിട്ടി. എന്താണത്, ഉള്ള പെട്ടൊക്കെ പൊട്ടിയല്ലേ. കഴിഞ്ഞ അത്രേ ഉള്ളൂ. ഒരോട്ടെ കൂടെ മാറ്റാൻ വീണ് വല്ലാത്ത ചാടി അടി തന്നെ. അങ്ങോട്ട് പോയ ഒരു കില്ല് ഉമ്മ, ഇങ്ങോട്ട് അടി വെളിയില ഉറപ്പല്ലേ. ദൈവത്തിനറിയാം. കഴിഞ്ഞ വീഡിയോയില് ഞാൻ വീണ പോലത്തെ ഒരു വീഴ്ചപ്പോ ഞാൻ വീണാണ്. കാണുമ്പോ പേടിയും. ബ്രോ ഞാൻ അങ്ങോട്ട് വരാം, ഈ പേടിക്കൽ. ഇത് ഫുള്ള് ഫൈനൽസ് ആകുവാണേ, കാര്യം പറയാ. ആ വൈറ്റിന്റെ വെട്ടെങ്കിലും അവിടെ വെക്ക്. അല്ല എന്നോട് പറഞ്ഞല്ല, വൈറ്റിന്റെ കേസിലെത്തിയോണ്ട് പറഞ്ഞല്ല. ഈ ഫൈനൽസിനെ പിടിക്കാനാണ് കുഴപ്പം. ഒറ്റ പീസ് സിംഗിൾ പീസിനാണ് ഇവർക്ക് ടഫ് വരിക. വെറുതെ ഒരു കില്ലിന് വേണ്ടിയാടന്നു അവന്റെ ബെഡാണ് എടുത്താൽ മതി. നമ്മളെ അനുഭവം കൊണ്ട് പറയാം, സിംഗിൾ പീസുകൾ നമുക്ക് നല്ല പാരം. സത്യം. എല്ലാം ഒന്ന് നോക്ക്, റെഡ് 1, ബ്ലൂ 1, ഗ്രീൻ 1. മോനെ ഈ അല്ലേ മോനെ റെഡിനെ എടുക്കാൻ പോയി. റെഡിന് എടുക്കാൻ പോയി ഒരുത്തൻ എടുത്തപ്പോഴേക്ക് അവിടേക്ക് നീല വന്ന്. റെഡിന്റെ അവിടെ നീ ആ ബ്രിഡ്ജിൽ കൂടെ പോന്ന്. ഞാൻ ഫയർ ബോൾ ഒന്നും ചെയ്ത് സഹായിക്കരുത്. നോക്കിയാണ് ആരാന്നറിയാൻ വേണ്ട. അനങ്ങിയ ഓടില്ല. ഇത് വലിയ വൃത്തിയുള്ള കവറിങ്ങാ. ബെഡില്ലാന്ന് പറഞ്ഞടിക്കണം. ഡെഡിക്കേഷനുള്ള ബെഡ് വാർ പ്ലെയറേ. വാണ്ടട്ടോ ഈ എവിടെയാ ഉള്ളത്? ഞാൻ പിങ്കിന്റെ ഐസില.
വൈറ്റിനൊന്നും ആവൂല മോനെ തൊടാൻ. ഇവിടെ റിവെഞ്ച് എടുക്കാൻ വന്നേ, ഞാനോ കുത്തിയിട്ടാ പോയി. മോനെ ഞാൻ ബ്രിഡ്ജിന്റെ മുകളിൽ ലോഞ്ചായി, ബ്രിഡ്ജിന്റെ മുകളിലേക്ക് ഡി എം ചെയ്ത്. അവിടുന്ന് ഞാൻ ഡബ്ല്യു ആക്രാന്തം, അല്ലാണ്ടൊന്നും പറയല്ല. ആക്രാന്തം പിടിച്ച് ഞാൻ ഡബ്ല്യു വെക്കുക. തീരുമാനായി പറയണ്ട ആവശ്യമില്ല. ഒരു ബ്ലൂവിനെ കണ്ടപ്പോഴേക്കായിട്ട് പാഞ്ഞ്. ഞാൻ എന്തിനാടാ ഈ എന്തിനാടാ അത് ഇന്നോട് ചോദിക്കണം. ഓ അങ്ങനെ ആരപ്പ ഫ്രൈ ചെയ്ത്? നീലയാണ് വൈറ്റിനെ ഫ്രൈ ചെയ്ത്. നല്ലൊരു ഫ്രൈ ആയിരുന്നു. ഞാൻ പറയുന്നു നീലയ്ക്ക് ഇനി ബാക്കി ഉണ്ടാവുക. ഞാൻ ഇവിടുന്ന് കണ്ടപ്പോൾ പ്രൊട്ടക്ഷൻ ഉണ്ടേ. ഷാർപ്പുണ്ടല്ലോ. എന്തിനാണ് അങ്ങനെ ഇത് വെക്കണ്? TNT അല്ലെങ്കിലേ ഇവിടെ ഒന്നുമില്ല. ബ്ലോക്കിലെ ദാരിദ്ര്യം പിടിച്ച് കിടക്കുമ്പോഴ് ഇതൊരു ഡിഫിക്കൽട്ട് TNT ഉണ്ട്. പക്ഷെ അത് ചെയ്യും. ഇത് സാധിച്ചെടുക്കണം. ആരാണ് ഈ നശിപ്പിക്കണേ? വാടാ. അയ്യേ കഴിഞ്ഞ ഞാൻ ബാക്കിൽ ബ്ലോക്കിട്ട് ചേച്ച ചാട്ട മുന്നോട്ട് പോയിട്ട് ബാക്കിലൊന്നും ഇല്ല, പോയിടായിരുന്നു. ഞാൻ പറഞ്ഞല്ലേ നീലയ്ക്കാണ് അഡ്വാൻറ്റേജ്. ഇനി ഒക്കെ അഡ്വാൻറ്റേജ് ഇല്ല. ഈ ആലോചിക്കണം. അഡ്വാൻറ്റേജ് ഉണ്ട്. എനിക്ക് ബെഡ് ഉണ്ടല്ലോ അല്ലേ? അല്ല നമുക്ക് ബെഡ് ഉണ്ടല്ലോ അല്ലേ? എനിക്ക് ഇതൊക്കെ ആയേ കുറച്ചുമ്പോ ഈനാവും. അല്ല നമ്മള് ടീം മാറിപ്പോ ഇങ്ങനെ പേടിക്കല്ലേ? അതെ ഈ എടുത്തോളെന്നുള്ളൊരു വിശ്വാസമൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് കയറണോ ഈ പറയുന്നത്? എന്തൊക്കെ പറഞ്ഞ കില്ലോനാണ് കൂടുതൽ വലിയതാവണ്ടേ. ഞാൻ വിചാരിച്ച് നമ്മളെ രണ്ടാമത്തെ മാച്ചില് നമ്മളെല്ലാം കൂടി തീരുന്നില്ല. രണ്ടാമത്തെ മാച്ച് നമ്മൾ ജയിച്ചിരിക്കുന്നു ഗായ്സ്. പണ്ട് അമ്പക്ക് ജയ ആയിരിക്കും, അമ്പക്കാണ് അത്രേ ഉള്ളൂ. എന്നാ ശരി ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.